PG ക്ലാസ്സിന് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോട് അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് അൺബോക്സിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ബോട്ടിന്റെ ബാസ്കറ്റ്സ് 900 എന്ന് പറയുന്ന ഒരു ഹെഡ്ഫോൺ ആണ്. അപ്പോൾ ഈ ഹെഡ്ഫോണിന്റെ റേറ്റ് എന്ന് വെച്ചാൽ 499 ആണ്, 500 ആണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് നമ്മളിത് ഓർഡർ ചെയ്തത്. അതിന്റെ യഥാർത്ഥ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 799 രൂപയാണ്. പക്ഷെ നമുക്കിത് ഓഫർ ഉണ്ടായിരുന്ന കാരണം 599 ആയിരുന്നു. പിന്നെ എനിക്ക് ഒരു കൂപ്പൺ കിട്ടിയപ്പോൾ നമുക്ക് 499 കിട്ടി. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് അൺബോക്സിങ് ചെയ്യാം. ബോട്ട് എന്ന് വെച്ചാൽ അത്യാവശ്യം ഓഡിയോ ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു കമ്പനി തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഹെഡ്ഫോൺ ഇതവിടെ നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് മുന്നേ എല്ലാവരും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എല്ലാവരും മറക്കാതെ കമൻറ്റ് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമ്മളിതൊന്ന് അൺബോക്സിങ് ചെയ്യുകയാണ്. അതിന് സൈഡത്തേക്ക് നമ്മളൊന്ന് മുറിച്ചെടുക്കണേ. ഇതിൻ്റെ അകത്ത് നമ്മുടെ ഹെഡ്സെറ്റ് ഹെഡ്ഫോൺ ഇരിക്കുന്നുണ്ട്. ഇത് ബോട്ടിൻ്റെ കമ്പനിയാണ്. ഇതിൻ്റെ സൈഡിലായിട്ട് ഇവർ മൈക്ക് ഫോർ ഹെഡ് ഫ്രീ കാളിംഗ് ഉണ്ട്. ഇതിൻ്റെ ഒപ്പം മൈക്ക് ഉണ്ട്. പിന്നെ മൈക്ക് എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള മൈക്ക് തന്നെയാണ്. ഇത് വയറിലാണ് മൈക്ക് വരണമെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള ഒരു മൈക്രോഫോൺ തന്നെയാണ് ഇതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഫെദർ ലൈറ്റ് ആണ്. 150 ഗ്രാമാണ് ഇതിന് വെയിറ്റ് ആകെ വരുന്നുള്ളൂ. അതായത് ഒരു ഫോണിന് തന്നെ ഏകദേശം 200 ഗ്രാം വരെയൊക്കെയാണ് വരുള്ളൂ. അപ്പോൾ അത്രങ്ങാനും വെയിറ്റ് ഇവർ കുറച്ചിട്ടുണ്ട്. പിന്നെ വയേർഡ് ഹെഡ്സെറ്റാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് ഭാഗം ഒന്ന് നോക്കി നോക്കാം. അതിൽ സൂപ്പർ എക്സ്ട്രാ ബാസ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ 1 ബട്ടൺ മൈക്രോഫോണ്. പിന്നെ ഇതിൻ്റെ 150 ഗ്രാമാണ്. പിന്നെ ഹാൻഡ് ഫ്രീ പിക്കപ്പ് നമുക്ക് കാൾ ചെയ്യാം. പിന്നെ ഭയങ്കരമായിട്ട് ഫോൾട്ടബിൾ ആണ്, നന്നായിട്ട് നമുക്ക് ഫോൾട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതൊന്ന് തുറന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് അവിടെ ഇരിക്കട്ടെ. ഇതിന് ഈ ഭാഗത്ത് നിന്നാണ് തുറക്കുക. എവിടെ സ്റ്റിക്കർ ഉണ്ട്, ഇത് നമുക്കണ്ട് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മളിത് അവിടെ നിന്ന് തുറക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഹെഡ്ഫോൺ ഇരിക്കുന്നുണ്ട്. നന്നായിട്ട് ഫോൾട്ടബിൾ ആണ് കേട്ടോ സാധനം. അപ്പോൾ നമുക്ക് തുറന്നിട്ട് നമ്മുടെ ഹെഡ്ഫോൺ എടുത്ത് നോക്കാം. ഇത് നമുക്ക് ഇങ്ങനെ വിടർത്തി വെച്ച് നോക്കാം. ഇതിൻ്റെ എവിടെ നിന്ന് വെച്ചാൽ നല്ല സോഫ്റ്റാണ്. ഈ ഒരു ഭാഗം നമ്മുടെ ചെവിക്ക് വെക്കണ ഒരു ഭാഗമാണ്. ഇനി നമുക്ക് ഇതിനെക്കുറിച്ചിട്ടൊന്ന് നോക്കി നോക്കാം. നമ്മുടെ ഇത് ഇവിടെ നോക്കുമ്പോൾ 2 കണ്ണ് മാതിരി ഇവിടുന്ന് ഇങ്ങനെ കാണാണ്ട് നന്നായിട്ട് തിളങ്ങുന്നുണ്ട് നമ്മുടെ വെളിച്ചത്തിൽ. ഇതെടുത്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. അത് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഫോൾഡ് ആവുന്നുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു ഭാഗം ഇങ്ങനെ ഫോൾഡ് ആവുക ചെയ്യും. ഇത് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ വയ്ക്കാം. പിന്നെ ഇതിൻ്റെ ഇവിടത്തേക്ക് ഒരു ക്വാളിറ്റി പറഞ്ഞറിയിക്കേണ്ടത് തന്നെയാണ്. കാരണം ഇവിടെ അമർത്തുമ്പോൾ നന്നായിട്ട് ഇതാവുണ്ട്. നമ്മുടെ ഹെഡിനൊരു പെയിനൊന്നും ഉണ്ടാവില്ല. സൈഡിൽ ബോട്ട് എന്നുള്ളൊരു എഴുത്തൊക്കെ ഉണ്ട്. ഈ സൈഡിലും അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ 2 സൈഡിലായിട്ട് ലെഫ്റ്റ് റൈറ്റ് എന്നുള്ളൊരു എഴുത്തും കൂടി ഉണ്ട്. എവിടെ 6 റൈറ്റ്, എവിടെ ലെഫ്റ്റ്. പിന്നെ ഇതെന്ന് വെച്ചാൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള തന്നെയാണ്. ഇതിങ്ങനെ കറങ്ങും കേട്ടോ, അതെന്താണെന്ന് അറിയില്ല. പിന്നെ നമ്മളിതിൻ്റെ ജാക്ക് ഒന്നുകൂടി എടുക്കുമ്പോൾ ഇങ്ങനെ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ചാലൊന്നും യാതൊരു കുഴപ്പമില്ല. പിന്നെ നമ്മുടെ എല്ലാത്തിനും കണക്റ്റ് ആവുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മളിത് മടക്കി വെക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിത് അകത്തേക്ക് മടക്കുക. എന്നിട്ട് ഈ പുറത്തേക്ക് വയ്ക്കുക. നമ്മളിത് മടക്കി വയ്ക്കാനുള്ള ഒരു ഇതിൽ കിട്ടും. എന്നിട്ട് നമുക്കിത് ഇങ്ങനത്തെ ബോക്സിലൊക്കെ കൊള്ളും. നന്നായിട്ട് ഫോൾട്ടബിളാണ്. ഇതിൻ്റെ അകത്ത് പിന്നെ നമ്മൾ നോക്കി പോകുമ്പോൾ നമുക്ക് ബോട്ടിൻ്റെ സ്റ്റിക്കറൊക്കെ തന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ സ്റ്റിക്കർ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒപ്പം ഇതിൻ്റെ വാറണ്ടി കാർഡ് 1 ഇയർ വാറണ്ടി ആയിട്ട് ഇതിനവർ തരുന്നുണ്ട്. അപ്പോൾ ഈ കാർഡൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തേക്കിലും മാറ്റി വയ്ക്കാം. പിന്നെ ഇതെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ്. ഇത് ഭയങ്കരമായിട്ട് ഫോൾട്ടബിൾ ആണ്. അതാണ് നമുക്ക് ഇതിൽ പ്രത്യേകം എടുത്ത് പറയാനുള്ളത്.
പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗം എന്ന് വെച്ചാൽ നമുക്കിവിടെ ഇവിടെ ഇങ്ങനെ ഇവിടുത്തെ നമ്മുടെ ഇതോടെ സെറ്റാക്കാനാണ് നമ്മുടെ തലയിൽ വെച്ചിട്ട്. പിന്നെ ഇതെന്ന് വെച്ചാൽ നന്നായിട്ട് ഫ്ലെക്സിബിൾ ആണ്. അതായത് ഇതിൻ്റെ അകത്ത് വരുന്ന ഇതെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റികളാണ്. നമുക്കിത് ഇങ്ങനെ മടക്കാനൊക്കെ പറ്റണത് തന്നെയാണ്. പിന്നെ വില കുറച്ചിട്ടാണെന്ന് വിചാരിച്ചിട്ട് ഇവർ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും നടത്തിയിട്ടില്ല. ഉഗ്രം ക്വാളിറ്റിയാണ്. പിന്നെ ഇതിൻ്റെ ജാക്ക് വരുന്നത് 3.5 കണക്ട് ചെയ്യാനുള്ളതാണ്. ഇതിൻ്റെ അവിടെ ഒരു സ്പ്രിങ് വരുന്നുണ്ട്. അതായത് നമ്മൾ ഈ ചാർജറൊക്കെ കണക്ട് ചെയ്യുമ്പോൾ ചിലതിൻ്റെ അവിടെ ഇങ്ങനെ പൊട്ടില്ലേ, അങ്ങനെയുള്ളൊരു പ്രശ്നമൊന്നും വരാതിരിക്കാൻ വേണ്ടി സ്പ്രിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള തന്നെയാണ് സാധനം. എന്തായാലും ഇനി നമുക്കിത് വെച്ച് മ്യൂസിക്കും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് എവിടെ എങ്ങനെയൊക്കെ നമുക്ക് മടക്കി വയ്ക്കാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. എന്തായാലും നമുക്കിനി മ്യൂസിക്കൊക്കെ ഒന്ന് വെച്ചിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളിത് അതിൻ്റെ പാട്ട് അവിടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ ഇതെടുത്തിട്ട് അവിടെ കുത്തി വെച്ചു. ഇനി നമ്മളിതാ ഇതിൻ്റെ വോളിയം ഒന്ന് കൂട്ടിയിട്ട് എനിക്ക് കേൾപ്പിച്ച് തരാം. അപ്പോൾ ഹൈ വോളിയത്തിലിട്ടാൽ ഇത് ചുറ്റുമുള്ളിടത്തേക്കൊക്കെ കേൾക്കും. നമുക്കിത് യൂട്യൂബിലിടുന്ന വീഡിയോ ആയതുകൊണ്ട് നമുക്ക് എല്ലാ പാട്ടും വെക്കാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് വരും. നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട് തന്നെയാണ്. 499 രൂപയ്ക്ക് ഇത്രയും ക്വാളിറ്റിയുള്ള സൗണ്ട് കിട്ടുന്ന പ്രതീക്ഷിച്ചില്ല. ഇത്രയും നല്ലൊരു ഹെഡ്ഫോണ്. എവിടെയൊക്കെ സോഫ്റ്റാണ്. പിന്നെ നമുക്കിത് ഇങ്ങനെ ജയിക്കാം, അങ്ങനെ കുറേ ഫ്ലെക്സിബിളാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഇത് അങ്ങനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതൊരു ഗെയിമിങ്ങിൻ്റെ ഒരു സൗണ്ട് കൂടി ഞാൻ കേൾപ്പിച്ചു തരാം. നമ്മളിതാ നമ്മുടെ ഇവിടുത്തെ ആൽഫാറ്റ് നൈട്രോ എന്ന് പറഞ്ഞ ഗെയിമാണ് ഇവിടെ കളിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളിതിൻ്റെ ഒരു ഗെയിമിംഗ് വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഫുൾ വോളിയത്തിൽ ഇട്ടിട്ടാണ് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ മടക്കുക എന്ന് വെച്ചാൽ ആദ്യം ഇത് ഇങ്ങനെ അകത്തേക്ക് മടക്കി പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഇത് ഫോൾട്ടബിൾ ആവണമാണ്. ഇനി നമ്മൾ അവിടെ റേസിംഗ് പോവാണ്. ഇത് ഗെയിമിങ്ങിന് ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. കാരണം നമ്മൾ ഈ സൗണ്ട് കൂട്ടിയപ്പോൾ തന്നെ ഇരുന്ന് കേൾക്കാണ്ട്. അപ്പോൾ ചെവിയിൽ വെച്ചാൽ ശരിക്കും ഇത്രയും സൗണ്ട് ചെവിയിൽ വയ്ക്കാൻ പാടില്ല, അത് നമ്മുടെ ചെവിക്ക് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് എന്താ ഹൈ വോളിയത്തിൽ ഇട്ടിടും. ഇതാ ചെവിയിൽ വെച്ച് നോക്കി, നല്ല ബാസും ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ പേര് തന്ന സ്റ്റിക്കറിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു ബോട്ടിൻ്റെ ഒരു സ്റ്റിക്കർ, ബോട്ട് ഹെഡ് എന്ന് പറഞ്ഞിട്ട്. അതിൽ നമ്മൾ റേസിംഗ് പോവാണ്. അതിന് നൈട്രജൻ അടിച്ച് ഭയങ്കര സൗണ്ടാവും. ഈ ചെവിയിൽ വെച്ചപ്പോഴും ആവില്ല. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഗെയിമിങ്ങിൻ്റെ ടെസ്റ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങളിത് കേൾക്കണത് ഇതിൻ്റെ ഈ മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ, മൈക്രോഫോൺ എന്ന് വെച്ചാൽ നമ്മുടെ വായുടെ തൊട്ടടുത്തായിട്ടാണ് ഇതിൻ്റെ മൈക്രോഫോൺ വരുന്നത്. മൈക്രോഫോണിന് ഒരു സ്വിച്ച് മാത്രമായിട്ട് വരുന്നുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള തന്നെയാണ്, നല്ല സൗണ്ട് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഭാഗത്തുമായി തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല ലുക്കൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ കഴുത്തിലൊക്കെ ഇടാം. അത്രയൊക്കെ തന്നെയാണ് ഇതിൻ്റെ നല്ല ക്വാളിറ്റിയൊക്കെ വരുന്നത്. പിന്നെ ഇത് നന്നായിട്ട് ഫോൾട്ടബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. അതുമാതിരി തന്നെ ഈ 500 രൂപയ്ക്ക് നിങ്ങൾക്കിത് ബൈ ചെയ്യുകയാണെന്ന് വെച്ചാൽ നല്ലൊരു ലാഭം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് ബൈ ചെയ്യാം. അതിന് നേരെ ഫ്ലിപ്കാർട്ടിലത്തെ ലിങ്കാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലിപ്കാർട്ടിലാണ് അവൈലബിൾ ഉള്ളത്, പിന്നെ ആമസോണിലും ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ഹെഡ്ഫോണിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ വേണ്ടവർക്ക് അവിടെ പോയിട്ട് ഇത് മേടിക്കാം. അപ്പോൾ ഇതിലും നല്ല വീഡിയോസും വേണ്ട നമുക്ക് പിന്നെ കാണാം. അതിന് മുന്നേ എല്ലാവർക്കും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലും നല്ല വീഡിയോസും വേണ്ട നമുക്ക് പിന്നെ കാണാം. അപ്പോൾ ഇനി വരുന്ന ഗെയിമിംഗ് വീഡിയോസിലൊക്കെ നമ്മൾ ഈ ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ടാവും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.